IPL പ്ലേ ഓഫിലെ 4ാമത്തെ ടീം ആരായിരിക്കും? ഒരേ ഒരു സ്ഥാനം. മത്സരിക്കാനുള്ളത് 3 ടീമുകൾ. ചെന്നൈയും ബംഗളൂരുവും തമ്മിലുള്ള അവസാന മത്സരം പ്ലേ ഓഫിലേക്കുള്ള എലിമിനേറ്ററായി മാറും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, രാജസ്ഥാൻ റോയൽസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയവർ. മുംബൈ ഇന്ത്യൻസ്, പഞ്ചാബ് കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ് ഒപ്പം നിലവിൽ 5ാം സ്ഥാനത്തെങ്കിലും റൺ റേറ്റിൽ പിന്നിലായതോടെ പുറത്തേക്കുള്ള വഴി തുറന്ന ഡൽഹി ക്യാപിറ്റൽസും. ലക്നൌ സൂപ്പർ ജയൻസിനും പ്രതീക്ഷയില്ല. അവസാന മത്സരം ജയിച്ച് 14 പോയിന്റിലേക്ക് എത്തിയാലും മോശം റൺ റേറ്റ് പ്ലേ ഓഫിലേക്കുള്ള വാതിലടയ്ക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ചെന്നൈ അല്ലെങ്കിൽ ബംഗളൂരു, ഇവരിലൊരു ടീമാകും പ്ലേ ഓഫിലെ 4ാമത്തെ സംഘം. നാളെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ജീവൻ മരണ പോരാട്ടം നടക്കും. ചെന്നൈയും ബംഗളൂരുവും നേർക്കുനേർ വരും. ചെന്നൈക്ക് 13 കളിയിൽ നിന്ന് 14 പോയിന്റ്. ജയിച്ചാൽ മുന്നോട്ട്, പിന്നെ മറ്റൊന്നും ചിന്തിക്കാനില്ല. ബംഗളൂരുവിന് 13 കളികളിൽ നിന്ന് 12 പോയിന്റ്. അവസാന മത്സരം ജയിച്ചാലും പ്ലേ ഓഫ് ഉറപ്പില്ല. വലിയ ജയം തന്നെ വേണം. റൺ റേറ്റിൽ നിലവിൽ മുന്നിലുള്ളത് ചെന്നൈയാണ്. സാധ്യതകൾ എങ്ങനെയെന്ന് പരിശോധിച്ചാൽ ആദ്യം ബാറ്റ് ചെയ്യുന്നത് ബംഗളൂരു എന്ന് കരുതുക. 18 റൺസിന്റെയെങ്കിലും വ്യത്യാസത്തിൽ ജയിച്ചാൽ റൺ റേറ്റിലും ചെന്നൈയെ മറികടക്കാം. ഇനി റൺസ് പിന്തുടരുകയാണെങ്കിൽ 18.1 ഓവറിനുള്ളിൽ ലക്ഷ്യം മറികടക്കണം. തോറ്റാലോ ഏതെങ്കിലും കാരണത്താൽ കളി ഉപേക്ഷിച്ചാലോ ബംഗളൂരു വീണ്ടും പുറത്താകും. ചെന്നൈ മുന്നേറും. 1ാം സ്ഥാനം കൊൽക്കത്ത ഉറപ്പിച്ചതാണ്. 2ാം സ്ഥാനത്തിനായി പോരാട്ടം നടക്കുന്നു. അവസാന മത്സരത്തിൽ കൊൽക്കത്തയെ തോൽപ്പിച്ചാൽ രാജസ്ഥാന് 2ാമനാകാം. പഞ്ചാബിനെ തോൽപ്പിച്ചാൽ സൺറൈസേഴ്സിനും പ്രതീക്ഷയാണ്. പക്ഷേ രാജസ്ഥാൻ ജയിക്കരുത്. രാജസ്ഥാനും ഹൈദരാബാദും തോൽക്കുന്നു. ചെന്നൈ ബംഗളൂരുവിനെ തോൽപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ചെന്നൈയാകും 2ാം സ്ഥാനത്ത്. എന്തായാലും ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇത് ആവേശമുയർത്തുന്ന ക്ലൈമാക്സ് തന്നെ. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.